നമസ്കാരം. വയലിനിസ്റ്റ് ബാലഭാസ്കറുടെ കേസ് വഴിത്തിരിവിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെ പറയാനൊരു പ്രധാന കാരണമുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയാണ് അതിൻ്റെ അടിസ്ഥാനമായി നമുക്ക് നോക്കാൻ കഴിയുന്നത്. കാരണം കഴിഞ്ഞ വ്യാഴാഴ്ച പട്ടാമ്പി റോഡിൽ വെച്ചിട്ട് ഒരു കവർച്ച നടക്കുന്നു. ഒരു സ്വർണ്ണക്കടക്കാരൻ അദ്ദേഹത്തിൻ്റെ കട പൂട്ടി വീട്ടിലേക്ക് വരുന്ന വഴിയിൽ ഒരു സംഘം ആളുകൾ, ഏകദേശം 13 പേരടങ്ങുന്ന ഒരു സംഘം ആ വാഹനം കൊണ്ട് ഇടിപ്പിക്കുന്നു. അവിടെ തടഞ്ഞു നിർത്തുന്നു. അവിടെ നിന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിലേക്ക് മുളക് പൊടി സ്പ്രേ ചെയ്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ പക്കലുണ്ടായിരുന്ന 3.5 കിലോഗ്രാം സ്വർണം കവർന്നു. ഇതാണ് വാർത്ത. പോലീസ് അതിൻ്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒടുവിൽ പോലീസ് അന്വേഷണത്തിൽ അതിലെ 4 പ്രതികളെ ആദ്യം അറസ്റ്റ് ചെയ്യുന്നു. പിന്നീട് വീണ്ടും ബാക്കിയുള്ള 9 പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യുന്നു. ഇനി ഇതിലെവിടെയാണ് ബാലഭാസ്കറുമായുള്ള ഒരു കണക്ഷൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ പ്രതികളുടെ കാര്യങ്ങൾ വളരെ വിശദമായി തന്നെ ബാക്കി റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. പ്രതികളിൽ നമ്മൾ നോക്കുമ്പോൾ കണ്ണൂർ കൂത്തുപറമ്പ് സ്വദേശിയും നിലവിൽ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കൊലപാതക കേസിൽ ജീവപര്യന്തം തടവ് ശിക്ഷ അനുഭവിക്കുകയും ചെയ്യുന്ന, ആലോചിച്ച് നോക്കുക, കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് തടവ് ശിക്ഷ അനുഭവിച്ചു വരുന്ന ഒരു പ്രതി ഇക്കൂട്ടത്തിലുണ്ട്. ആരാണ്? മൂര്യാട് പവിത്രത്തിൽ വിപിൻ എന്ന് പറയുന്ന ഒരാൾ പിടിയിലായിട്ടുണ്ട്. കോഴിക്കോട് താമരശ്ശേരി അടിവാരം ആലമ്പടിയിലുള്ള ഒരു ഷിഹാബുദ്ദീൻ, അതുപോലെ അടിവാരം സ്വദേശിയായ അനസ്, പിന്നീട് കിഴക്ക് പിണറായി എരുവെട്ടി സ്വദേശിയായ ഒരു അനന്തു, അങ്ങനെ നമ്മൾ തൃശ്ശൂർ സ്വദേശി മണ്ണുത്തി കൊടിയാട്ടിൽ സലീഷ്, തൃശ്ശൂർ കിഴക്കേ കോട്ട കിഴക്കുംപാട്ടുകര സ്വദേശി പട്ടത്ത് മിഥുൻ രാജ് എന്ന അപ്പു. പിന്നീട് അടുത്ത ഒരു പേരുണ്ട്. അടുത്ത പേരിലാണ് നമ്മൾ സത്യത്തിൽ ഒന്ന് ഞെട്ടിപ്പോകുന്നത്. അങ്ങനെയാണ് ബാലഭാസ്കറിൻ്റെ മരണവുമായി ഇതിനെ നമുക്ക് ബന്ധപ്പെടുത്താൻ കഴിയുന്നത്. എങ്ങനെ നോക്കാം. അടുത്ത പേരാണ് അതിലേറെ രസം. അതായത് തൃശ്ശൂർ പാട്ടുരായ്ക്കൽ പറക്കോട്ടിൽ ലെനിൻ കുറിയേടത്തുമന അർജുൻ. ആ പേരാണ് ഒരു വലിയ പ്രശ്നം. എന്താണ് അർജുൻ്റെ പേരിൻ്റെ പ്രശ്നം? പ്രശ്നം മറ്റൊന്നുമല്ല, ഇതേ അർജുൻ തന്നെയാണ് അന്ന് അപകടം, അതായത് ബാലഭാസ്കറിൻ്റെ വാഹനം അപകടത്തിൽപ്പെടുമ്പോൾ ആ ഇന്നോവ ഓടിച്ചിരുന്ന ഡ്രൈവർ. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ വ്യക്തമായി തുടങ്ങി. നമുക്കറിയാം, അന്ന് കലാഭവൻ സോബി എന്ന് പറയുന്ന ഒരാൾ, ഒരു കലാകാരൻ, അദ്ദേഹം ഈ സംഭവം നടക്കുന്ന അന്നേ ദിവസം രാത്രിയിൽ അവിടെ തൊട്ടടുത്തുള്ള ഒരു പമ്പിൽ, അതായത് ഈ സംഭവ സ്ഥലത്തിന് കുറച്ച് മുൻപ് ഈ കൊല്ലം ഭാഗത്തേക്ക് വരുന്ന വഴിയിൽ കുറച്ചിങ്ങോട്ട് നീങ്ങിയ ഒരു പമ്പിൽ അദ്ദേഹം അവിടെ വാഹനം പാർക്ക് ചെയ്ത് അവിടെ കിടക്കുകയായിരുന്നു. ആ കിടക്കുന്ന സമയത്താണ് രാത്രി ഈ പറയുന്ന അപകടം നടക്കുന്നതിന് കുറച്ച് മുൻപുള്ള സമയത്ത് ഇതേ ഇന്നോവ, അതായത് ബാലഭാസ്കർ യാത്ര ചെയ്ത് വന്ന അതേ ഇന്നോവ അവിടെ കൊണ്ടുവന്ന് കുറേ വാഹനം തടഞ്ഞു നിർത്തുന്നു, അതിൻ്റെ ചില്ലുകൾ അടിച്ചു പൊട്ടിക്കുന്നു തുടങ്ങിയ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറിയതായി സോബി ജോർജ് വെളിപ്പെടുത്തുകയുണ്ടായി. അതിനുശേഷം ഈ വാഹനം പിന്നീട് അവിടെ കടന്നു പോവുകയും ചെയ്യുന്നു. കടന്നുപോയ വാഹനം പിന്നീട് ആണ് ഈ പറയുന്ന വളവിൽ വന്ന് നിയന്ത്രണം വിട്ട് അപകടത്തിലേക്ക് പോകുന്നത്. അതിൽ വെച്ച് അദ്ദേഹം മരണപ്പെടുന്നത്, ബാലഭാസ്കർ മരണപ്പെടുന്നത്. ഇതാണ് അന്നത്തെ ദിവസം സംഭവിച്ച കാര്യം. പക്ഷെ അദ്ദേഹം ചില വെളിപ്പെടുത്തലുകൾ അതിനോടനുബന്ധിച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട ഒരു വെളിപ്പെടുത്തൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇദ്ദേഹം ഇതിന് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഇദ്ദേഹം ഈ അപകടം നടക്കുന്നതിന് ആ ഒരു സമയത്ത് തന്നെ ഇദ്ദേഹം രാവിലെ പോകാൻ വേണ്ടി റെഡിയായി ഇറങ്ങുന്ന സമയത്ത് തന്നെ അതിവേഗതയിൽ ഒരു ചുമന്ന വാഹനം ഇവരെ പാസ് ചെയ്ത് പെട്ടെന്ന് കൊല്ലം ഭാഗത്തേക്ക് അതിവേഗതയിൽ പോയി എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. ഇപ്പം മറ്റൊരു കാര്യം കൂടി പറയുമ്പോൾ, ഈ അപകടത്തിൽ അവിടെ വെച്ച് അടിപിടി ഉണ്ടാകുന്നു. അപ്പം സോബി ജോർജിൻ്റെ കണക്കുകൂട്ടൽ പ്രകാരം ഈ അപകടം നടക്കുന്നതിന് മുൻപ് തന്നെ ഇദ്ദേഹത്തെ അടിച്ച് അവശനാക്കി കഴിഞ്ഞിരുന്നു. അതായത് ബാലഭാസ്കറിനെ അടിച്ച് അവശ്യ നിലയിലേക്ക് എത്തിച്ചു കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സോബി ജോർജിൻ്റെ വെളിപ്പെടുത്തലുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകാൻ കഴിയുന്നത്. അതിനുശേഷം ഈ വാഹനം അതിവേഗതയിൽ പോയിട്ടാണ് ഈ പറയുന്ന മരത്തിൽ ഇടിച്ച് ബാലഭാസ്കറും അദ്ദേഹത്തിൻ്റെ മകളും മരണപ്പെടുന്നത്. ഇത്രയും കാര്യങ്ങളാണ് സംഭവിച്ചത്. പിന്നീട് അങ്ങോട്ട് ഇദ്ദേഹം വാഹനത്തിൽ ഇങ്ങനെ വരുന്നു, അവിടെ നിന്ന് അപകടം നടന്നുകൊണ്ട് വഴിതിരിച്ചു വിടുന്നു. ഈ സമയത്ത് ഒരു ബുള്ളറ്റ് വാഹനത്തിൽ അദ്ദേഹം കാലുകൊണ്ട് ഇങ്ങനെ വണ്ടി ഉന്തി പോകുന്നു. ആ മറ്റൊരാളുടെ കയ്യിൽ എന്തോ ഒരു സാധനം, ഒരു പൊതി പോലെ എന്തോ ഒരു സാധനം ആർക്കോ കൈമാറുന്നത് ഇദ്ദേഹം കണ്ടു എന്ന് പറയുന്നു. അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് വായിക്കുമ്പോൾ എവിടെയോ എന്തോ ചില തകരാറുകൾ മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ 9 പേർ പിടിയിലായ കൂട്ടത്തിലുള്ള ഈ അർജുൻ എന്ന് പറയുന്ന ആളിന് ഈ വാഹനം അപകടത്തിൽപ്പെടുന്നതിന് ഏതാനും മിനിറ്റുകൾക്ക് മുൻപ് തന്നെ ഒരു കോള് വരികയുണ്ടായി. അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. എന്തിനാണ് ആ സമയത്ത് ഇങ്ങനെ ഒരു കോള് വരേണ്ടിയിരുന്നത്?
അപ്പോൾ ആർക്കോ എന്തോ ഉറപ്പിക്കാനുണ്ടായിരുന്നു എന്നുള്ളതാണ് ആ ഫോണിൽ നിന്ന് അല്ലെങ്കിൽ ആ ഫോൺ വിളിയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തിയ അന്വേഷണ സംഘം പലപ്പോഴും ഇത് സോബി ജോർജ് വെറുതെ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പുലമ്പുന്നു എന്നുള്ളത് മാത്രമാണ് കരുതിയിരുന്നത്. പലപ്പോഴും അന്വേഷണ സംഘത്തോട് പൂർണ്ണമായി സഹകരിച്ചിരുന്ന അദ്ദേഹത്തിൻ്റെ മൊഴികളിലെ മൊഴികൾ പോലും വേണ്ട വിധത്തിൽ പരിശോധിച്ചില്ല. അദ്ദേഹത്തിൻ്റെ ബാലഭാസ്കറിൻ്റെ വീട്ടുകാർ പറഞ്ഞ അഭിപ്രായങ്ങൾ പോലും വേണ്ട വിധത്തിൽ പരിഗണനയിൽ എടുത്തില്ല എന്ന് തന്നെ വേണം കരുതാൻ. അതിൻ്റെ മൂന്നാം വട്ടവും CBI ഇവിടെ അന്വേഷണത്തിന് വരുമ്പോൾ ഇവിടെ ഒന്നും സംഭവിച്ചില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ഒരു കുന്തവും സംഭവിച്ചില്ല. അത് വീണ്ടും അപകട മരണം എന്നുള്ള നിലയിലേക്ക് തന്നെ എഴുതപ്പെട്ട് കഴിഞ്ഞിരുന്നു. അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഈ വേണ്ട രീതിയിലൊരു മൊഴിയെടുപ്പുകൾ നടന്നിട്ടില്ല, വേണ്ട രീതിയിൽ തെളിവുകൾ പരിശോധിച്ചിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ബാലഭാസ്കറിൻ്റെ മരണത്തെ അല്ലെങ്കിൽ അതിനെ വെറും അപകട മരണം എന്നുള്ള നിലയിലേക്ക് വീണ്ടും വീണ്ടും എഴുതി ചേർക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇതൊരു കൊലപാതകമാണ് എന്നുള്ള തരത്തിൽ അതിൻ്റെ പിന്നിൽ സ്വർണ്ണക്കടത്തുകാരുണ്ട്, സ്വർണം കടത്തുന്നവരുണ്ട് എന്ന് പല ആവർത്തി വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നിട്ടും അതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല. ഇപ്പോഴിതാ വന്നിരിക്കുന്ന വാർത്ത, ഈ വണ്ടി ഓടിച്ചിരുന്ന അതേ അർജുൻ ഇപ്പോൾ സ്വർണ്ണക്കടത്ത് കേസിൽ സ്വർണ്ണ മോഷണ കേസിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നേരത്തെ സോബി ജോർജ് ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം അല്ലെങ്കിൽ വെളിപ്പെടുത്തലുകളെല്ലാം തന്നെ യാഥാർത്ഥ്യമാകുന്നു എന്നല്ലേ അതിൻ്റെ തെളിവ്? നിരവധി ആളുകൾ, അതായത് ഇദ്ദേഹത്തിനോടൊപ്പം ഈ അർജുനോടൊപ്പം 13 പേരാണ് പോലീസിന്റെ പിടിയിലായത് സ്വർണം മോഷ്ടിച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അതോടൊപ്പം തന്നെ ക്രിമിനൽ കേസിൽ പ്രതികളായ പലരും ഇതിനകത്തും പ്രതികളുണ്ട്. കൊലപാതകം ഉൾപ്പെടെ നടത്തി അതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്ന ഒരു തടവ് പുള്ളി കൂടി അർജുൻ്റെ സഹായിയായിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ സംഘത്തിലുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഈ അർജുൻ എന്ന് പറയുന്ന ഡ്രൈവറുടെ ബന്ധങ്ങൾ ഏതറ്റം വരെയാണ് എന്ന് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. എത്രത്തോളം ബന്ധമുള്ള ഒരാളാണ് അർജുൻ? ഈ രീതിയിൽ 3.5 കിലോഗ്രാം സ്വർണവുമായി പോകുന്ന ഒരാളെ തടഞ്ഞു നിർത്തി പിടിച്ചു നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് സ്വർണം അപഹരിക്കാനും അത് വേണ്ട വിധത്തിൽ വിൽക്കാനും അത് തിരിമറി നടത്താനും ഒക്കെയുള്ള ഒരു കഴിവ് എത്രത്തോളം അർജുനുണ്ട് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അപ്പോൾ അന്വേഷണം ഇനി അർജുനിലേക്കാണ് പോകേണ്ടത്. ഈ ബാലഭാസ്കറിൻ്റെ അന്വേഷണം അർജുൻ ആരാണ്, അർജുൻ ഇതുവരെ നടത്തിയിട്ടുള്ള ഇടപാടുകൾ എന്തൊക്കെയാണ്, ഈ ഇടപാടുകൾ ഏതൊക്കെ തരത്തിൽ ബാലഭാസ്കറിനെ ബലിയാടാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ബാലഭാസ്കറിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ അർജുനും അർജുൻ്റെ സംഘവും ഉപജാപക സംഘവും കൂടെ ചേർന്ന് എന്തൊക്കെ ഇടപാടുകൾ നടത്തിയിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ വിദേശ യാത്ര ഉൾപ്പെടെ പരിഗണിച്ചുകൊണ്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇങ്ങനെയെല്ലാം ചിന്തിക്കുമ്പോൾ സത്യത്തിൽ ബാലഭാസ്കറിൻ്റെ കേസ് ഒരു പുനർവിചാരണ അല്ലെങ്കിൽ പുനരന്വേഷണത്തിന് തന്നെ എടുക്കേണ്ടതാണ്. കാര്യം ഇങ്ങനെയുള്ള ഇടപാടുകാർ അർജുൻ എന്ന് പറയുന്ന വ്യക്തി ഈ ബാലഭാസ്കറിൻ്റെ വാഹനം ഓടിക്കുകയും ആ വാഹനത്തിൽ അത്ഭുതകരമാം വിധം ലക്ഷ്മിയും, അതായത് ബാലഭാസ്കറിൻ്റെ ഭാര്യയും അർജുനും നിസാര പരിക്കുകളോടെ രക്ഷപ്പെടുകയും ചെയ്യുന്നു. എന്നിട്ട് ഒടുവിൽ വരുത്തി തീർക്കാൻ ശ്രമിച്ചത് എന്താണ്? ഒരു മെഡിക്കൽ കോളേജിൽ കൊണ്ടുവന്ന ബാലഭാസ്കറിനെ പിന്നീട് അവിടെ നിന്ന് നേരെ കൊണ്ടുപോകുന്നത് എവിടേക്കാണ്? അനന്തപുരി എന്ന് പറയുന്നൊരു സ്വകാര്യ ആശുപത്രിയിലേക്കാണ്. അവിടെ വെച്ചുണ്ടായ സംഭവങ്ങളെക്കുറിച്ചും വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം ഈ ബാലഭാസ്കറിൻ്റെ അച്ഛൻ തന്നെ മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയതാണ്. അവിടെ നടന്ന കാര്യങ്ങൾ ആരെയും അറിയിച്ചില്ല, വേണ്ടപ്പെട്ടവരെ ആരെയും അറിയിച്ചില്ല. സ്വന്തം നിലയ്ക്ക് തന്നെയാണ് ഇവർ പലരും ഈ കേസിനെ അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ അപകടത്തെ ഹാൻഡിൽ ചെയ്തത്. അപ്പം ഇതിനകത്തൊക്കെ എവിടെയോ ചില ദുരൂഹതകളുണ്ട്. ഇപ്പോഴും ചുരുളഴിയാത്ത ചില ദുരൂഹതകൾ ഇപ്പോഴും ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. അല്ല എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ അർജുൻ ഈ സ്വർണ്ണക്കടത്തുകാരും അല്ലെങ്കിൽ മോഷണക്കാരുമായിട്ട് അർജുന് കണക്ഷൻ ഉണ്ടാവുന്നത്? ആരുടെ പദ്ധതിയായിരുന്നു അന്ന് രാത്രി തന്നെ അവിടെ നിന്ന് കടക്കുക? അല്ലെങ്കിൽ അങ്ങനെ ബാലഭാസ്കർ തൃശ്ശൂരിൽ നിന്ന് അന്ന് രാത്രി തന്നെ തിരുവനന്തപുരത്തേക്ക് എത്തണം എന്ന് എന്തുകൊണ്ട് ബാലഭാസ്കർ വാശി പിടിച്ചു? അല്ലെങ്കിൽ നാളെ രാവിലെ എത്തിയാലും പോരായിരുന്നു? അന്ന് രാത്രി തന്നെ വാഹനം ഓടിച്ച് ഇവിടെ എത്തേണ്ടതിൻ്റെ ആവശ്യം എന്തായിരുന്നു? അതോടൊപ്പം തന്നെ ഒരു KSRTC ഡ്രൈവർ പറയുന്നു അദ്ദേഹം തല പുറത്തേക്കിട്ട് നോക്കിയ സമയത്ത് കണ്ടിരുന്നത് അതാ വെളുപ്പാങ്കാലത്ത് പകുതി മാത്രം മതിയായ വെളിച്ചമില്ലാത്തൊരു സാഹചര്യത്തിൽ പോലും വാഹനം ആക്സിഡൻ്റ് ആയപ്പോൾ ആ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നത് ബാലഭാസ്കർ ആയിരുന്നു എന്നുള്ള തരത്തിൽ എന്തിന് ഒരു കള്ളമൊഴി ഒരു ഡ്രൈവർ കൊടുക്കണം? അല്ലെങ്കിൽ അവിടെ അപകടം നടന്ന സമയത്ത് എന്തായിരുന്നു പൊതിഞ്ഞ് മറ്റൊരാളുടെ കൈവശം അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചത്? അതിനെക്കുറിച്ച് എവിടെയെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടോ? ഇല്ല തന്നെ. അപ്പോൾ കൃത്യമായി പറഞ്ഞാൽ ഈ ബാലഭാസ്കറിൻ്റെ മരണവും ഈ അർജുൻ അടങ്ങുന്ന ഒരു വലിയ സംഘത്തിൻ്റെ സ്വർണ്ണക്കടത്തുമായി ഇതിന് ബന്ധമുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് അനുമാനിക്കാൻ. അപ്പോൾ സോബി ജോർജ് ഇതുവരെ നടത്തിയിട്ടുള്ള എല്ലാ വെളിപ്പെടുത്തലുകളെയും സാധൂകരിക്കുന്ന ഒരു അറസ്റ്റ് തന്നെയാണ് ഇപ്പോൾ ഉണ്ടായതെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും.